ഞങ്ങളുടെ ഗ്രൂപ്പ് ചാറ്റുകളിൽ മാത്രം ചർച്ചയിൽ നിന്ന് ഞങ്ങളുടെ ട്രിപ്പ് ഇതവിടെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ്. എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു ഇവിടെ. ഇന്ന് നോക്കൂ അവസ്ഥ. ഈ മഴഞ്ഞ എനിക്ക് കാണാൻ പറ്റുണ്ടോ എന്നറിയില്ല, പക്ഷെ നല്ല വ്യൂ ആണ്, നല്ല വ്യൂ. ഞങ്ങളിപ്പോ ആദ്യം പോകുന്ന എവിടേക്കാന്ന് വെച്ചാ കുട്ടിക്കുത്തി മലയിലേക്കാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയുന്നില്ലോ. ഇത്രയും നല്ല സ്ഥലം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ഞങ്ങളിതാ കൊടികുത്തിമലയുടെ കുന്നുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് അങ്ങോട്ട് പോയിട്ട് വേണം വണ്ടി അവിടെ നിർത്തിയിട്ട് പിന്നെ ഞങ്ങളുടെ കാൽനട വണ്ടിയിൽ പോവാൻ. ഞങ്ങളിതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ അങ്ങോട്ട് നടന്നു പോകണം. ഗൈസ്, ഞങ്ങളിപ്പോ ഇതാ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാ അവിടെ നിന്ന് എവിടെ നിന്നൊക്കെയോ വെള്ളം ഒഴുകി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. സംഭവം ഇപ്പൊ ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല. ഞങ്ങളിപ്പോ പെട്ടിരിക്കുകയാണ്. രാവിലെ ആണെങ്കിൽ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുമില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഞങ്ങൾ കയറാന്ന് വിചാരിച്ച്, പക്ഷെ അത് നടക്കും തോന്നണില്ല. രാകേഷ് ചേട്ടൻ എന്താ അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു തോന്നുന്നു. അവരിതാ വരുന്നുണ്ട്. രാകേഷ് ചേട്ടാ, ഒരാൾക്ക് ഇവിടെ എത്ര ടിക്കറ്റ്? ഒരാൾക്ക് 50, കുട്ടികൾക്ക് 25. കണ്ണൻകുട്ടിക്ക് എടുത്തിട്ടില്ല. കണ്ണൻകുട്ടിക്ക് സൈസ് ഇല്ലാത്തോണ്ട് അവരുടെ വിചാരം കുട്ടി 5 വയസ്സിൽ താഴെയാണെന്നാണ്. ഇവിടുന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ കയറാനുള്ളൂ. അതും കുന്നാണ് കയറാൻ പോകുന്നത്. അപ്പൂന് എന്തൊക്കെയോ പറയാനുണ്ട് ഇത്രേ. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ഒരു തുള്ളിച്ചാടി ഓടിച്ചാടി പോകുന്നുണ്ട്. അപ്പൊ അപ്പു പറയാണ് ആദ്യമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊക്കെ സ്ലോ ആയിക്കോളും. ഇപ്പൊ അതവിടെ ഒക്കെ സ്പീഡിൽ നടക്കുന്നുണ്ട്. ഞാൻ അപ്പൂ മാത്രമാണ് ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കണത്. അല്ല അപ്പൂ? അല്ല പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞ് അവിടെ നിൽക്കൂ. അപ്പോൾ ഞങ്ങൾ ഈ നടത്തുന്ന തുറന്നുകൊണ്ടേയിരിക്കും. അതെ, എപ്പോഴും ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. ഒന്നും ആയിട്ടില്ല, ഞങ്ങൾ കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും കിതപ്പ് തുടങ്ങി. അമ്മേ, ഇപ്പൊ ഒരു വ്യൂ പോയിന്റ് കണ്ടുണ്ട്. നൈസിൽ അവിടെ പോയിട്ട് ഇരിക്കട്ടെ. ഇരിക്കാൻ കിട്ടിയൊരു അവസരമാണ്. അയ്യോ, ചുമ എങ്ങനെയുണ്ട്? ക്ഷീണിച്ചോ? ഇല്ല, നമ്മൾ ഫുൾ പവറിലാണ്. ആ കഥയ്ക്കുന്ന സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ. കഥപ്പുണ്ട്, പക്ഷെ ഫുൾ പവറാണ്. അതെ അതെ, തളരരുത് രാമൻകുട്ടി, തളരരുത്. ആഗ്രഹമുണ്ട്. ഈ 2 ബോട്ടിൽ വെള്ളമൊന്നും നടക്കില്ല, കഴിയില്ല കേട്ടോ. വെള്ളം ബോട്ടിൽ നോക്കാതെ ഞങ്ങൾ കുറച്ച് കയറിയപ്പോ തന്നെ ഇതാ കുറച്ച് ഒരു 200-300 മീറ്റർ ഞങ്ങൾ കയറിയിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇവിടെ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇനി മേലെ വാച്ച് ടവർ എത്തുമ്പോഴേക്കും എന്താവും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും അടിപൊളിയാണ്. ബോസും കൂടി ഇവിടെ മറ്റേ ലവിൽ അമ്പ് വിട്ട് കളിക്കാണ്. ഇത് കൂടെ തുളഞ്ഞ അമ്പ അപ്പുറത്ത് എത്തിയിരിക്കണു. പാറകളിലെ തുളകൾ കണ്ട് കൊട കൊത്തി നിർത്താനുള്ളതാണ് തെറ്റിദ്ധരിക്കുന്ന ബ്ലഡി ഫൂൾ. ഇതുകൊണ്ട് നിങ്ങൾ തളർന്നോ? എന്തായാലും എല്ലാരും വിശ്രമിച്ചിരിക്കണം. അതുപോലെയുള്ള ഒരു സാധനം ഞാൻ പിടിച്ചു നടക്കുന്നു. ഇത് കൊട, അത് കൊടിമരം. രാകേഷ് ഏട്ടൻ പറയണ അവിടെ എന്തോ സാധനം ഉണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഇപ്പൊ ചാടി വരുമോന്ന് അറിയില്ല. പുൽച്ചാടി എന്താ തോന്നുന്നു. എന്താണ് നമ്മളെ പറ്റിച്ചായിരുന്നു അല്ലേ? ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. അപ്പുവിന്റെ പിന്നിൽ കൊടയും കെട്ടി വെച്ചിട്ട് ഞാൻ അത് പിടിച്ച് കയറുകയാണ്. അപ്പൂപ്പ് ചാവും. ഇത് എന്നെ പോലെ മെരുങ്ങാത്തവർക്ക് പറ്റുന്ന പണിയല്ല എന്നിപ്പോ മനസ്സിലായി. ഞാൻ അപ്പുവിന്റെ പിന്നിൽ കൊടയും കെട്ടി വെച്ചിട്ട് അതേ പിടിച്ചിട്ടാ കയറുന്നു. നമ്മുടെ ഈ കൊടുകുത്തിമല സ്ഥിതി ചെയ്യുന്ന അമ്മിനിക്കാട് എന്ന പ്രദേശത്താണ് കേട്ടോ. ഈ പ്രദേശത്താണെങ്കിൽ 5 മുനിമാർ തപസ്സിരുന്നിട്ടുണ്ട്. 5 മുനിക്കാട് എന്നും ഹൈമുനിക്കാട് എന്നും പിന്നീട് ഗ്ലാസ് വെച്ചിട്ട് എങ്ങോട്ട് നോക്കുന്നു അറിയാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് വെച്ചിട്ട് അതിവിദഗ്ധമായിട്ട് ചരിത്രം ഐതിഹ്യം പറഞ്ഞു. കാര്യമായിട്ട് കൊടുകുത്തിമലയുടെ ഹിസ്റ്ററി പറയാൻ നിന്നാട്ടെ ഈ സ്വത്തുമ്മ എല്ലാം കളഞ്ഞു.
അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. ഞാനും അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവരുടെ ഈ ഓട്ടം അധിക നേരത്തേക്കൊന്നും ഉണ്ടാവില്ല എന്ന്. ഇതാ എരവിഴിഞ്ഞ് പെരുമ്പാമ്പനപ്പോഴത് അവിടെ കിടക്കുകയാണ്. രാജേഷേട്ടാ എന്ത് പറ്റി? തുള്ളിച്ചാടി പോയതാണല്ലോ. ഞങ്ങൾ വന്നു വാ പോവാ. ആ ശരി വാ പോവാ നമുക്ക്. ആ ഞങ്ങക്ക് കുഴപ്പമില്ല, ഞങ്ങളൊരു ലെവലിൽ പോണ്ട്. ഇവിടെ അപ്പു അബിയാണെങ്കിൽ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അപ്പു ഒരു വഴി കണ്ടപ്പോ പറയാ ഇത് കൂടെ പോയി അവിടെ അടുത്തുനിന്ന്. ഞാൻ വിചാരിച്ചു എളുപ്പ വഴിയായിരിക്കുന്നു. നോക്കുമ്പോ അടുത്ത വ്യൂ പോയിന്റ് ആണ്. ഇനി വീണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ തിരിച്ചെത്തിയിട്ട് വേണം മേലേക്ക് കയറി പോവാൻ. അയ്യോ ഞങ്ങളിതാ കാടും മേടും വെട്ടിത്തെളിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു നാച്ചുറൽ ബ്ലഷ് ഇട്ട പോലെ ആയിട്ടുണ്ട്. വെയിലും കൊണ്ടിട്ട് രാകേഷേട്ടൻ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. രാകേഷേട്ടൻ എവിടെ പോയതാ? എന്ത് വ്യൂ? വ്യൂ ഇവിടെയാണല്ലോ നല്ലത്. അത് വ്യൂ കണ്ടിട്ട് വന്നപ്പോഴേക്ക് വീണ്ടും കുറച്ച് വെള്ളമൊക്കെ കുടിക്കണു. എന്ത് വ്യൂ ആയിരുന്നു അത്? അങ്ങനെ എന്തായിരുന്നു കാണാനുണ്ടായിരുന്നത്? അബി അത് കൂടെ ഞാൻ താഴെ പോയി വെയിറ്റ് ചെയ്യാം. അവിടെ ക്ഷീണിച്ച് കിടന്നു. എവിടെ? ആ അവിടെ എത്തണം കേട്ടോ. അതാണ് വാച്ച് ടവർ. ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. വെറും 800 മീറ്റർ കയറിയപ്പോ ഉള്ള കാഴ്ച കണ്ടോണ്ടിരിക്കണത്. തളർന്നോ മോനെ? പറയൂ. എന്താ ബോയ്സിനൊരു തളർച്ച കാണാനുണ്ടല്ലോ. ഞാൻ തളർന്നിട്ടില്ല രാമ. രാജേഷ് മാമൻ ഇതാ കുട്ടീനെ എടുത്തോണ്ട് നടക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് കൊണ്ടുപോണ പോലെ കൊണ്ടുപോണ്. കുറച്ച് ഞങ്ങളൊക്കെ എടുക്കൂ രാജേഷ് ചേട്ടാ. നമുക്ക് 360 ഡിഗ്രി കാഴ്ച കിട്ടണ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിലെ ഒരു ചുരുക്കം സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മുടെ കൊടികുത്തിമല. നോക്കി വായിക്കാണ്. അതിന് വേണം കഴിവ്. മുന്നോട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എന്റെ കാലെന്റെ ഒപ്പം വരുന്നില്ല, മനസ്സ് മാത്രം പോകുന്നുള്ളൂ. ആവേശത്തിന് കുട്ടിയെ എന്റെ അടുത്ത് തലയിൽ കയറ്റിയതാ. ഇപ്പൊ അവസാനം ഇറങ്ങാത്ത അവസ്ഥ. ഇല്ലാത്തവന്റെ ഒരു പെണ്ണുള്ളവന്റെ അഹങ്കാരം, പെണ്ണില്ലാത്തവന്റെ രോദനമാണ് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവൻ പ്രേമ വിരോധി. ആ കളിച്ചോ. ഇതാണ് അപ്പുവിന്റെ പുതിയ റീൽസ്. അയ്യോ ഫേമസ് ആവും ചെയ്യും. ശരി, ഇങ്ങനെയുള്ളവരാണ് ഫേമസ് ആവുക. മഞ്ജുന്റെ പെണ്ണാടാ, പറയടാ. മഞ്ജുവിന്റെ ചെക്കനാണ്. വീഴണേ. നടന്ന് ക്ഷീണിച്ചു. അഭിയേട്ടനും രാകേഷ് ഏട്ടനും പാടെ ഫ്രണ്ടിൽ പോയി. കുഞ്ഞാവയും അപ്പും പാടാണെങ്കിൽ ഞങ്ങള് പേരായിട്ടാ പോണേ. സെന്ററിൽ ഞങ്ങൾ പേർ അബി രാകേഷ് ഏട്ടൻ പേർ, അപ്പു കുഞ്ഞാവ പേർ. കുട്ടി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് പറഞ്ഞിട്ട് പോണുണ്ട്. കുട്ടി ഞങ്ങൾക്ക് വഴിവെട്ടാനുള്ള ശേഷിയില്ല. ദേ ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് രണ്ടെണ്ണം കൂടി പോണു. ഞങ്ങളെ ബാക്കിലേക്ക് ഞങ്ങൾ പോട്ടെ. ഫ്രണ്ടിൽ വേഗം നടന്നു പോയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് രാകേഷേട്ടൻ ഫ്രണ്ടിൽ വലിയ അടക്കി നടന്നു പോകണ്ട് കേട്ടോ. വീഡിയോ കോളാണ്. നിർത്തുമ്പോ പറച്ചിട്ടുണ്ട് ലവ് യു പൊന്നാ, ലവ് യു പൊന്നാ ഉമ്മ പറയാ. കാരണം കാര്യമായിട്ട് വിൻഡോന്റെ അപ്പുറത്ത് നിന്നിട്ട് ഉമ്മയൊക്കെ കൊടുക്കും. ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. മൈക്ക് അവിടെയാണ്. എന്താ നീ പറഞ്ഞ പുതിയ കണ്ടുപിടുത്തം? ഉപ്പിലിട്ട ഭരണി. അവിടെ പുതിയ കണ്ടുപിടുത്താണ് ഉപ്പിലിട്ട ഭരണി. അത് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു കൊടുക്കടാ. ഇതാണ് ഉപ്പിലിട്ട ഭരണി. നടക്കാൻ വയ്യാത്തേക്ക് ഓടാൻ വയ്ക്കും. ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അതാണ് നമ്മള് അവിടെ നിന്ന് ആദ്യം പറഞ്ഞ ക്ലോക്ക് ടവർ. നമ്മളവിടെ എത്തി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാ
ഇപ്പൊ എപ്പോഴാ അവിടെ എത്തി ഞങ്ങൾക്ക് ഒരു ഐഡിയ. അപ്പോ സീ ലെവലിൽ നിന്ന് 1770 അടി ഉയരത്തിലാട്ടോ ഞാൻ വെള്ളം കുടിക്കാൻ വന്നത്. 1770 അടി. ഞാൻ ബ്രിട്ടീഷുകാര് മലബാർ സർവേയുടെ സമയത്ത് ഒരു കൊടി കുത്തി, ഏറ്റവും ഉയരത്തിലൊരു കൊടി കുത്തി. അങ്ങനെയാണ് ഹിസ്റ്ററി ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് കൊടി കുത്തി മലബാർ. ഇനിയും പോണം. ഇവിടെ കുറച്ച് ബാർലി പെയിന്റിങ് പോലത്തെ ഒക്കെ ഉണ്ട് ഇവിടെ. ഫൈനലി വി റീച്ച്ഡ്. ഓ, ഞങ്ങള് അവിടെ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു വ്യൂ കിട്ടില്ലായിരുന്നു കേട്ടോ. ഇത്രയും അടിപൊളി വ്യൂ. ഒരാൾ ആവേശത്തിൽ കയറി വന്നു. ഹൈറ്റ് 1770 അടി ഉയരം ഒക്കെ പറഞ്ഞു. പക്ഷെ ഹൈറ്റ് കണ്ട് തല ചുറ്റിയിട്ട് വന്നിരിക്ക. എന്തിനാ കഷ്ടപ്പെട്ട് കേറി വ്യൂ കാണാൻ? വ്യൂ കണ്ടപ്പോ തല ചുറ്റി. ഞാനൊപ്പം മാത്രം ഒരു കാടിന്റെ പൊന്തേക്ക് വന്നതാണ്. അവരെ കൂട്ടാതെ അവർ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് എന്താ വരല്ലോ 90s ഓർമ്മകളായി വിറക്കിക്കൊണ്ടിരിക്കുകയാണ്. സെന്ററിലുള്ള അല്ലല്ല, അയ്യോ രണ്ടെണ്ണേ ഉള്ളു 90s. ആ അപ്പുറം ഇപ്പുറം. ആ അപ്പുറത്തിരിക്കണവനും കാണുമ്പോ അല്ല പ്രായം കൊണ്ട് 90s ഈ 3 പേരുണ്ട്. ശരിക്കും 20s ഇവർ 2 പേരാണ്. പിന്നെ അപ്പോ ഞങ്ങള് തിരിച്ചിറങ്ങാണ്. എല്ലാവരും ക്ഷീണമൊക്കെ മാറ്റി. ആ പോക്കറ്റിൽ എന്തോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കൊടികുത്തിമലയുടെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് എന്തോ ഒരു പ്രാണീനെയാണ് തോന്നുന്നത്. വീട്ടിലിട്ട് വളർത്താനാണെന്ന് പറയണത്. ആ ഇതാണ് പ്രാണി. എന്നിട്ട് നിന്റെ പോക്കറ്റിൽ ഇത്ര നേരം അത് ഒതുങ്ങിയിരിക്കണ്ടല്ലേ? എന്റെ പോക്കറ്റിൽ ഇത്ര നേരം അത് ഒതുങ്ങിയിരിക്കായിരുന്നല്ലേ? അത് പിന്നെ പ്രാന്തായിരുന്നു ചില്ലിത്തത്തമ്മ. ഓ പിന്നെന്താ അറിയാണ്ടേ? അതിനും വലിയ പാപങ്ങളൊന്നും ആരും ചെയ്യണില്ലപ്പോ. കുപ്പി അതിന് തിന്നാലുള്ള ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടല്ലേ നമ്മള് കുപ്പിയിലിടുക? അല്ലല്ല, തിന്നാളെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടേ ശ്വാസം കിട്ടാത്ത കുപ്പിയിൽ അടച്ചേക്കുവതിന്. ഇപ്പൊ ഓരോ സോഷ്യൽ മീഡിയ ട്രെൻഡില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്. ഇപ്പൊ ഇവിടെ എല്ലാം കണ്ടപ്പോ ഒന്ന് വെയിലൊക്കെ ഒന്ന് കുറച്ച് വെയിലാവാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് നല്ല വെയിലാകുമ്പോഴേക്കും താഴെ എത്താന്നാണ് വിചാരിക്കുന്നത്. ഫോണില് ചാർജ് ഇല്ല. അപ്പൊ തിരിച്ചെത്തുമ്പോഴേക്കും ഫോണ് ഡെഡ് ആവും. അപ്പൊ ഞങ്ങള് ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് ബാക്കി വ്ളോഗില് അല്ലേ കുഞ്ഞാവേ? കാർപ്പേട്ട്. ഓക്കെ ബൈ. പറ കേക്കട്ടെ. +2 ഏട്ടൻ ക്ലാസ് കട്ട് ചെയ്ത് നെല്ലിയാമ്പതിക്ക് ടൂർ പോയ കഥ പറഞ്ഞോണ്ടിരിക്കണം. പറഞ്ഞു 10ാം ക്ലാസ് പഠിക്കുന്ന ചെക്കൻഡായിരുന്നു ഞങ്ങളൊപ്പം കമ്പനിക്ക്. അപ്പുറത്തെ ഹൈസ്കൂളത്തെ ചെക്കൻല്ലേ? പേര് എനിക്ക് ഓർമ്മയില്ല. മറ്റേ സൂയിസൈഡ് പോയിന്റിൽ ഒരു മരമൊക്കെ ഇല്ലേ, അത് കഴിഞ്ഞ് അപ്പുറത്ത് വിട്ടൊരു വെള്ളച്ചാട്ടത്തിനൊക്കെ കൂടെ പോയതാ. പ്രാന്തല്ലായിരുന്നു എല്ലാവരും. വീണ് കൊടുന്ന് ഞങ്ങൾ ശരിക്കും എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ശരിക്കും പിടിച്ചു. അല്ല അത്യാവശ്യം ആയിട്ടുണ്ടാവും വീണ് വെള്ളത്തേക്ക് പാറയിലൊക്കെ അടിച്ചിട്ട്. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും പേര് പോയത്. ഞങ്ങൾ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ രക്ഷപ്പെട്ടവനൊന്നും പറ്റില്ല. ചാടി രക്ഷപ്പെടുത്തിയോ? അല്ല ഞങ്ങൾ രക്ഷപ്പെടുത്തില്ല. അവൻ തന്നെ രക്ഷിച്ചു. അല്ലാണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന നടക്കാൻ പറ്റില്ല. ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ പെട്ടൂലേ? ഇത് അവൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് വരട്ടെ. അല്ല അവൻ കയറി വന്നിട്ട് അല്ല അങ്ങനെയല്ല. നീന്താൻ അറിയായിരുന്നോ? വെള്ളത്തിൽ അങ്ങനെ വലിയ വെള്ളത്തിക്കല്ല, പാറയിലടിച്ച് ഇടിപ്പിടിച്ചിട്ട് അങ്ങനെ വീഴത്. പക്ഷെ ഞങ്ങള് ശരിക്കും പേടിച്ചു വന്നു നല്ലോണം. കാരണം അവൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ഫേമസ് ആയനെ ആൾക്കാരുണ്ട് പെട്ടായിരുന്നു എല്ലാരും. അവിടെ മൈക്ക് പോലെ ഒരു കമ്പിളിപ്പുഴാണോ അത്? ഞങ്ങളിതാ കൊടുകുത്തിമലയുടെ അവിടെ നിന്ന് ഇറങ്ങി ഇതാ താഴത്തെ കടയിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനി അടുത്ത് നേരെ പോണ് കോഴിക്കോട്ടേക്ക്.